ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SLC അപ്ഡേറ്റഡ് ക്ലാസ് 10 സിലബസിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിലെ മറ്റൊരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ബേസിക് കോൺസെപ്റ്റുകളൊക്കെ മറ്റൊരു 3 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്ന 4ാമത്തെ വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെക്കുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് given below are arithmetic sequence. Give reasons also. Find the common difference of the arithmetic sequence. താഴെ തന്നിരിക്കുന്നതിൽ arithmetic sequenceകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. arithmetic sequence ആണ് എങ്കിൽ arithmetic sequence ആണ് എങ്കിൽ കാരണം അതിന്റെ common difference കണ്ടുപിടിക്കാം. എന്താണ് arithmetic sequence എന്ന് പറയുന്നത്? arithmetic sequence എന്ന് പറയുന്ന ഒരു sequence of numbers ആണ്. അതിനൊരു സ്റ്റാർട്ടിംഗ് ഫ്രം എ നമ്പർ, ഒരു നമ്പറിൽ നിന്ന് ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് ബാക്കിയുള്ള ടേമുകൾ കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം 2 ആണെങ്കിൽ 2നോട് 2 കൂട്ടിയാൽ 4, 4നോട് 2 കൂട്ടിയാൽ 6, 6നോട് കൂടി 2 കൂട്ടിയാൽ 8. അപ്പം ഒരു സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടിംഗ് നമ്പർ ഉണ്ടാവും, പിന്നെ ഒരു കോമൺ ഡിഫറൻസും ഉണ്ടാവും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ വിത്ത് 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പറുകൾ. നമുക്ക് ഒന്നാമത് ഏതാണ്? ഒന്നാമത്തെ നമ്പർ 1. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. പിന്നെ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആയിരിക്കും, അപ്പൊ അത് പറ്റില്ല. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും, അപ്പൊ അതും പറ്റില്ല. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവിസിബിൾ ആണ്, അപ്പൊ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ അടുത്തെന്ന് പറയുന്നത് 5. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു തവണ ഡിവൈഡ് ആവും, റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. സോ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 5 വരും. 6 ആണെങ്കിൽ റിമൈൻഡർ 2 വരും. 7 ആണെങ്കിൽ റിമൈൻഡർ 3 വരും. 8 ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. 9 ആണെങ്കിൽ വീണ്ടും റിമൈൻഡർ 1 കിട്ടും. സോ ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോവുക. പിന്നെ ഈ ഒരു സീക്വൻസ് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ഒരു ടൈം 1 ഉണ്ട്. 1നോട് കൂടി 4 കൂട്ടിയാൽ 5 കിട്ടും. 5നോട് കൂടി 4 കൂട്ടിയാൽ 9 കിട്ടും. അതായത് ഈ സീക്വൻസിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1ഉം ആ സീക്വൻസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. എന്ത്? ഒന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 4, 2, 3 തമ്മിലുള്ള വ്യത്യാസം 4. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് അഥവാ കോമൺ ഡിഫറൻസ് എന്ന് 4 ആണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ വിത്ത് 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 2 റിമൈൻഡർ കിട്ടണം. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടും. അപ്പം ആ 2 എടുക്കാം. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ്, അപ്പൊ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്, അതും പറ്റില്ല. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടും. അപ്പൊ അത് വീണ്ടും എടുക്കാം. 7 എടുക്കാൻ പറ്റില്ല, കാരണം റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട്. 8 എടുക്കാൻ പറ്റില്ല, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട്. 9 എടുക്കാം, റിമൈൻഡർ 1 ആണ്. 10 എടുക്കാം, റിമൈൻഡർ 2 ആണ്. സോ ഇങ്ങനെ ആ സീക്വൻസ് പൊക്കോണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ നോക്കി, ഒന്നാമത്തെ സീക്വൻസിനോട് കൂടി 1 കൂട്ടിയാൽ 2 കിട്ടും. രണ്ടാമത്തെ സീക്വൻസിനോട് കൂടി 3 കൂട്ടിയാൽ 5 കിട്ടും. 5നോട് കൂടി 1 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് കൂടി 3 കൂട്ടിയാൽ 9 കിട്ടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു നമ്പറിനോട് കൂടി ഒരു ഫിക്സ്ഡ് നമ്പറിൽ കൂട്ടിയാലല്ല അടുത്ത ടൈം കിട്ടുന്നത്. ഒന്നാമത്തെ കേസിൽ 1 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 1 കൂട്ടി. അപ്പൊ ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസ് ഒരു കോമൺ അല്ല. സോ കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 1ന്റെ സ്ക്വയർ എന്താ? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1, 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4, 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16, എക്സെട്ര. ഇനി നോക്കിക്കേ, 1നോട് കൂടി 3 കൂട്ടിയാൽ 4 കിട്ടും. 4നോട് കൂടി 5 കൂട്ടിയാൽ 9 കിട്ടും. 9നോട് കൂടി 7 കൂട്ടിയാൽ 16 കിട്ടും. സോ ഒരു ടൈമിൽ നിന്ന് അടുത്ത ടൈം കിട്ടാനായിട്ട് ഒന്നാമത്തേൽ 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, പിന്നെ 7 കൂട്ടി. അതായത് ആ കൂട്ടുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് എന്തല്ല? ഒരു കോമൺ നമ്പർ അല്ല, വ്യത്യസ്തമായ നമ്പറുകളാണ്. അപ്പൊ ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. സോ മൂന്നാമത്തേതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നെക്സ്റ്റ് വൺ, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറുകളുടെ റെസിപ്രോക്കൽ. 1ന്റെ റെസിപ്രോക്കൽ എന്താ? 1/1. 2ന്റെ റെസിപ്രോക്കൽ എന്താ? 1/2. 3ന്റെ റെസിപ്രോക്കൽ എന്താ? 1/3. 4ന്റെ റെസിപ്രോക്കൽ എന്താ? 1/4. ഈ നമ്പറുകൾ നമ്മൾ വ്യത്യാസം നോക്കി. 1/2 നിന്ന് 1 കുറച്ചാൽ 1/2 1 - 2 ഡിവൈഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡിവൈഡ് ബൈ 2 -1/2 എന്ന് കിട്ടും. അടുത്തത് മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം കുറച്ചാലോ? 1/3 - 1/2. സോ നമുക്ക് എന്ത് കിട്ടും? 2 - 3 upon 6 എന്ന് കിട്ടും. 2 - 3 upon 3 2 6. സോ -1/6 എന്ന് കിട്ടും. ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ല. അതുകൊണ്ട് ആ ഒരു സീക്വൻസും എന്തല്ല? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നെക്സ്റ്റ് വൺ, പവേഴ്സ് ഓഫ് 2. 2^1 എന്ന് പറയുന്നത് 2, 2^2 എന്ന് പറയുന്നത് 4, 2^3 എന്ന് പറയുന്നത് 8, 2^4 എന്ന് പറയുന്നത് 16, എക്സെട്ര.
ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെ ടൈമിലുള്ള വ്യത്യാസം 4 4 8 8 8 16. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഒരു കോമൺ ഡിഫറൻസ് അല്ല. സോ അതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നെക്സ്റ്റ് വൺ ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒന്നാമത്തെ ഓഡ് നമ്പർ എത്രയാ? 1. 1ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2. അടുത്ത ഓഡ് നമ്പർ 3. 3ന്റെ പകുതി 3/2. അടുത്ത ഓഡ് നമ്പർ 5. 5ന്റെ പകുതി 5/2. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ വ്യത്യാസം നോക്കാം. രണ്ടാമത്തെ ടൈമും ഒന്നാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 3/2 മൈനസ് 1/2. അപ്പൊ ഇതിൽ 3 മൈനസ് 1 കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. എന്ത് കിട്ടും? 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ടൈം നമ്മൾ വ്യത്യാസം നോക്കി 5/2 മൈനസ് 3/2. അപ്പൊ എന്തൊരു 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2/2 ഈക്വൽ ടു 1. സോ അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെ വ്യത്യാസം 1 ആണ്. സോ ഡിഫറൻസ് ഒരു കോമൺ ആണ്. സോ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെയും നാലാമത്തെയും സീക്വൻസുകൾ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ബാക്കി 4 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസുകൾ ആവത്തില്ല. അടുത്ത ചോദ്യം, സീ ദീസ് പിക്ചേഴ്സ്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും ചെറിയ സ്ക്വയറുകൾ എത്ര എണ്ണം വീതമുണ്ട്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ചെറിയ സ്ക്വയർ. ഇവിടെ 1 2 3 4 4 ചെറിയ സ്ക്വയർ. ഇവിടെ 1 2 3 4 5 6 6 ചെറിയ സ്ക്വയർ. ഇവിടെ 1 2 3 4 5 6 7 8 8 ചെറിയ സ്ക്വയർ. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് ആർ ദെയർ. ഇവിടെ നോക്കിയാൽ വലിയ സ്ക്വയറുകളൊന്നും ഇല്ല. സോ ഒന്നാമത്തെ ഫിഗറിൽ വലിയ സ്ക്വയറിന്റെ എണ്ണം 0 ആണ്. രണ്ടാമത്തെ ഫിഗറിനകത്ത് ഒരു വലിയ സ്ക്വയർ ഉണ്ട്. വലിയ സ്ക്വയറിന്റെ എണ്ണം 1. ഇവിടെ വലിയ സ്ക്വയറുകളുടെ എണ്ണം നോക്കിക്കേ. ഇതൊരു വലിയ സ്ക്വയർ ആണ് 1. ഇതൊരു മറ്റൊരു വലിയ സ്ക്വയർ ആണ്. കറക്റ്റാ? 2. അപ്പൊ 2 വലിയ സ്ക്വയറുകൾ ഉണ്ടാവും. അടുത്ത പിക്ചർ നോക്കിയാൽ ഇതൊരു വലിയ സ്ക്വയർ 1. ഇത് മറ്റൊരു വലിയ സ്ക്വയർ 2. ഇതിന് രണ്ടിനെയുടെ ക്രോസ് ചെയ്യുന്ന അടുത്തൊരെണ്ണം 3. അപ്പൊ വലിയ സ്ക്വയറുകളുടെ എണ്ണം 3 ആയിരിക്കും. എക്സെട്ര. അങ്ങനെ ടോട്ടൽ സ്ക്വയറുകളുടെ എണ്ണം ചെറിയ സ്ക്വയർ 2, വലിയ സ്ക്വയർ 0 2, ചെറിയ സ്ക്വയർ 4, വലിയ സ്ക്വയർ 1 4 1 5, ചെറിയ സ്ക്വയർ 6, വലിയ സ്ക്വയർ 2 6 2 8, ചെറിയ സ്ക്വയർ 8, വലിയ സ്ക്വയർ 3 8 3 11 എക്സെട്ര. If we continue this pattern of pictures, are the sequence are arithmetic? തന്നിരിക്കുന്ന സീക്വൻസുകൾ അരിത്തമെറ്റിക് ആണോ എന്നാണ് നോക്കേണ്ടത്. ഡിഫറൻസുകൾ നോക്കാം. 2ഉം 2 കൂടെ കൂട്ടിയാൽ 4 കിട്ടും. 4ഉം 2 കൂടെ കൂട്ടിയാൽ 6 കിട്ടും. 6ഉം 2 കൂടെ കൂട്ടിയാൽ 8 കിട്ടും. സോ കോൺസിക്യൂട്ടീവ് ടേമുകൾ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആണ്. സോ ഒന്നാമത്തെ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് ആണ്. ദെൻ 0 കൂടി 1 കൂട്ടിയാൽ 1 കിട്ടി. 1 കൂടി 1 കൂട്ടിയാൽ 2 കിട്ടി. 2 1 കൂട്ടിയാൽ 3 കിട്ടി. സോ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. സോ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആണ്. ഇനി അടുത്ത് നോക്കിയാൽ ടോട്ടൽ സ്ക്വയറുകളുടെ എണ്ണം 2 കൂടി 3 കൂട്ടിയാൽ 5 കിട്ടി. 5 കൂടി 3 കൂട്ടിയാൽ 8 കിട്ടി. 8 കൂടി 3 കൂട്ടിയാൽ 11 കിട്ടി. അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റി? ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ എന്താണ് അതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.